നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണം പൂർത്തിയായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ റീസർവേക്ക് 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. മാടക്കത്തറ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും കേരള സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്ന ദക്ഷിണ മേഖല കാർഷിക മേള 2026 വെള്ളാനിക്കരയിൽ ഫെബ്രുവരി 18 മുതൽ 22 വരെ നടക്കുന്നു. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം ചെയ്യുന്നവരെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നിർമ്മാണം പൂർത്തിയായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം കായികം ന്യൂനപക്ഷ ക്ഷേമം വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നിലവിളക്ക് കൊളുത്തിയും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനോടൊപ്പം പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 3 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. 100 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലുമാണ് ഗ്രൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മൈതാനത്തിന്റെ 3 ഭാഗത്തും 3 വരികളിലായി കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന്റെ എല്ലാ വശങ്ങളും ഉരുക്കുവല കൊണ്ടും പ്ലാസ്റ്റിക് വല കൊണ്ടും കെട്ടി സംരക്ഷിച്ച രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സ്റ്റേഡിയത്തിനകത്ത് ഓപ്പൺ ജിമ്മും ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഉടൻ സജ്ജമാക്കും. കനാൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ട് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഗ്രൗണ്ടിന്റെ ഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS വിനയൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അബൂബക്കർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സീന വർഗീസ്, ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ, പഞ്ചായത്ത് അംഗം അജു തോമസ്, PTA പ്രസിഡന്റ് ബിജു വർഗീസ്, പ്രിൻസിപ്പൽ CK സുനന്ദ, SMC ചെയർമാൻ പ്രജിഷ് VG, SSGPV സുദേവൻ, രാഷ്ട്രീയ നേതാക്കളായ മനു പുതിയവടം, ജിനേഷ് PC, രാജു പാറപ്പുറം, ബിജോയ് ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 20% തുക നീക്കിവെച്ച് കൊടുക്കാവുന്ന MLAയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഗ്രൗണ്ടിനുള്ള 3 കോടി രൂപ കണ്ടെത്താനിടയായത്. പട്ടിക്കാട് ഹൈസ്കൂളും പട്ടിക്കാട് LP സ്കൂളും നാം കാണുന്നതിനേക്കാൾ ഏറ്റവും ഗംഭീരമായി ഉയരണം എന്ന് 10 വർഷക്കാലം മുമ്പ് ജനപ്രതിനിധിയായ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാരായണക്കുട്ടി ടീച്ചറും കൂടി ആദ്യത്തെ ഇലഞ്ഞി മരം ആ സ്കൂളിൻ്റെ മുമ്പിൽ നടുമ്പോൾ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഈ സ്കൂൾ സമുച്ചയത്തെ സമയമെടുത്താണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി മാറ്റും. വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ വേദിക്ക് പുറകിലുള്ള സ്കൂളിൽ നിൽക്കുന്ന 3,90,00,000 രൂപ ചെലവഴിച്ച് നാം നിർമ്മാണം പൂർത്തീകരിച്ച മനോഹരമായ നമ്മുടെ കെട്ടിടം. നേരെ എതിർവശത്തുള്ള കെട്ടിടം പൊളിക്കുന്നതിനെ കുറിച്ചാണ് എപ്പോ വിനയനെ കണ്ടാലും ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം അങ്ങനെ പൊളിക്കാവുന്ന ഒരു കെട്ടിടത്തിന് വേണ്ടി 3 കോടി രൂപ നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിനയനും കൂടി സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, 3 നിൽക്കും എന്ന് തോന്നുന്നില്ല, നമുക്കൊരു 2 കൂടി കൂട്ടി 5 തികയ്ക്കണം. ഞാൻ ഉറപ്പായിട്ടും വിനയനോട് തന്നെ അപ്പം സമ്മതിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങോട് കൂടി നമ്മുടെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി തലമുറകൾക്ക് പഠിക്കാനുള്ള മുഴുവൻ സ്പേസും നമ്മൾ പൂർത്തീകരിച്ച്
2026-27 അടുത്ത അധ്യയന വർഷം പൂർണ്ണമായി അത് പണിത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തുന്നു. ഡിജിറ്റൽ റീസർവേക്ക് 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇതിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കുവാൻ ഹൈക്കോടതി ഉത്തരവ്. വിജിലൻസ് റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ നടപടി കൈക്കൊള്ളാത്തതിനാൽ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. ഡിജിറ്റൽ സർവേക്ക് 3000 ജോലിക്കാരെ യോഗ്യത പരിഗണിക്കാതെ നിയമിച്ചു. ഉപകരണങ്ങൾ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന് മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി. നടപടിയില്ലാത്തതിനാൽ CBI വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ CBI കൊച്ചി യൂണിറ്റ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇതാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ കാരണമെന്നും അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ വകുപ്പ് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ നടത്തുന്നതിന് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിയതിൽ 343 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ വാങ്ങിയതിന് ഹെക്സജൻ എന്നൊരു കമ്പനിയാണ് ഈ ഉപകരണങ്ങൾ കൊടുത്തത്. വെറും 168 കോടി രൂപയ്ക്കാണ് ആദ്യം ടെൻഡർ വിളിച്ചത്. ആ ടെൻഡർ വിളിച്ചിട്ട് ഈ കമ്പനിയുമായി ഒത്തുചേർന്ന് ക്രിമിനൽ കോൺസ്പിറസി നടത്തി ഈ കമ്പനിക്ക് കരാർ ചെയ്തതിനു ശേഷം ഈ 168 കോടി രൂപയുടെ ടെൻഡർ മാറ്റി 343 കോടി രൂപയാക്കി. പല ഉപകരണങ്ങൾക്ക് 18ഉം 28ഉം മടങ്ങ് വില വർദ്ധിപ്പിച്ചു. പല ഉപകരണങ്ങളും പറഞ്ഞേക്കാളും 10 ഇരട്ടി ഉപകരണങ്ങൾ വാങ്ങാനുള്ള പരിപാടി ഉണ്ടാക്കി. അങ്ങനെ വലിയ അഴിമതിയാണ് ഈ റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങയിൽ ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു. ഒരു അന്വേഷണം ഉണ്ടായില്ല. തുടർന്ന് CBI ഡയറക്ടർക്ക് പരാതി കൊടുത്തു. CBI ഡയറക്ടർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI ഡയറക്ടർ വിജിലൻസ് ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയിട്ട് അവർ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ഇതിൽ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ടെൻഡർ നടപടികൾ ക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ദേശീയ പത്രങ്ങളിൽ കൊടുത്തിട്ടില്ല. വെറും ദേശാഭിമാനിയിൽ ചെറിയ വാർത്തയാണ് കൊടുത്തത്. ആ രീതിയിൽ അതുപോലെ തന്നെ കൃത്യമായ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാതെ വളരെ രഹസ്യമായി നടത്തിയ ഒരു ടെൻഡർ ഇടപാടാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് കണ്ടു. അതുപോലെ തന്നെ 168 കോടി രൂപ ടെൻഡർ കൊടുത്തിട്ട് 343 കോടി രൂപയുടെ ഉപകരണം വാങ്ങിയതിൽ അഴിമതി ഉണ്ട് എന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. ആ കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പ് കൊടുത്ത റിപ്പോർട്ടിൽ ഈ 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു വിശദമായി വീണ്ടും അന്വേഷണം നടത്തണം. ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം നടത്തിയവരെ കണ്ടെത്തണം, FIR ഇടണം. അതിന് വിശദമായ ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് പറഞ്ഞിട്ട് 1 വർഷമായി ഇതുവരെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല. തുടർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, യാതൊരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. എന്നിട്ടും നടപടി വരാതെ തുടർന്നാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി. മാടക്കത്തറ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. വാടാമലരുകൾ എന്ന പേരിൽ താണിക്കുടം സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, അശോകൻ ആലുക്കൽ, ICDS സൂപ്പർവൈസർ നീതു ത്യാഗരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കർ സ്റ്റാൻലി VJ വയോജനങ്ങൾക്കായി ക്ലാസ് എടുത്തു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും കേരള സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്ന ദക്ഷിണ മേഖല കാർഷിക മേള 2026 വെള്ളാനിക്കരയിൽ ഫെബ്രുവരി 18 മുതൽ 22 വരെ നടക്കുന്നു. മണ്ണിൽ നിന്നും വിണ്ണിലേക്കുള്ള ചരിത്രമാണ് കേരള കാർഷിക സർവകലാശാലയുടേതെന്നും കർഷകർക്ക് എന്നും ആശ്രയിക്കുവാൻ കഴിയുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കർഷകർക്ക് മൂല്യവർദ്ധിത സാങ്കേതികത ലഭ്യമാക്കുന്നതിലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നതിലും യൂണിവേഴ്സിറ്റിയുടെ പങ്ക് മഹത്തരമാണ്. പ്രിസിഷൻ ഫാമിംഗും നിർമ്മിതി ബുദ്ധിയും ഡ്രോണുകളും ഇന്ന് കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. കൃഷിയെ ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റുവാൻ കഴിയണം. കർഷകർക്ക് ഉപയോഗപ്രദമായ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കണം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ സംരംഭകരായി മാറ്റുവാൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. 200-ലധികം സ്റ്റാളുകളും കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും വിജ്ഞാനപ്രദമായ അറിവുകളും നിരവധി പദ്ധതികളും മനസ്സിലാക്കുവാൻ പറ്റുന്ന
വേദി കൂടിയാണ് കാർഷിക മേള 2026 എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെറ്റിനറി കോളേജിന്റെ ദക്ഷിണ മേഖല കാർഷിക മേഖല എന്ന പരിപാടിയുടെ സ്റ്റോളുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഡ്രോണുകളെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തി തരാനായി ഹലോ ഹായ് ഇപ്പം നിങ്ങൾ ഇത് എക്സിബിഷൻ കാണുന്നത് ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രോണാണ്. ഓട്ടോമേറ്റഡ് എന്തോ മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് ഡ്രോൺ കാണുന്നത്. ഒരു മാനുവൽ, സെമി ഓട്ടോ, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ്. പിന്നെ മാനുവൽ ആണെങ്കിൽ ഇത് ഡ്രോൺ പൈലറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സെമി ഓട്ടോയിൽ പൈലറ്റ് കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ അതിൽ വെച്ച് ടെക്നോളജി ഉണ്ട്, അത് വെച്ച് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ഡ്രോണിൽ നമ്മൾ ഇത് ഫ്രണ്ടിൽ 2 ക്യാമറ ഉണ്ട്, ബോട്ടമിൽ 2 ക്യാമറ ഉണ്ട്. അത് വെച്ച് ഫുൾ എൻവയൺമെൻറ്റ് സ്കാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കും. എക്സാമ്പിൾ ഇത് എന്തെങ്കിലും ട്രീ അല്ലെങ്കിൽ ഇലക്ട്രിക് പോല് അതെല്ലാം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഡ്രോൺ കാണുക, ഇത് ഒരു ഒബ്ജക്റ്റ് കാണുക, അന്നേരം ഓട്ടോമാറ്റിക് ഡിസൈഡ് ചെയ്യും മേലിൽ പോകുന്നത് സൈഡിൽ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂസ് സ്പ്രേ ചെയ്യും. ബാക്കിയൊക്കെ ഡ്രോൺ എന്താ ചെയ്യുന്നത്, ഒരു പാച്ച് അവർ ലീവ് ചെയ്യുന്നത്. ഇത് ഡ്രോൺ അതും ചെയ്യത്തില്ല, ഫുൾ പാച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്തിട്ട് ഹോൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട്. പിന്നെ അത് മിഷൻ കണ്ടിന്യൂ ആയിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം ചെയ്യുന്നവരെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സന്ദർശിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിലെ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധമുണ്ടായ സാഹചര്യം മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ പണിയുന്ന നടപടികൾ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മാറ്റാമ്പുറത്തെ സ്ഥലത്ത് സ്വീകരിച്ചു വരുന്നതാണെന്നും അത് പൂർത്തീകരിക്കുന്നതുവരെ താൽക്കാലികമായി അനുയോജ്യവും പൊതുജനങ്ങൾക്കും ശല്യമല്ലാത്തതുമായ പൊതു ഫീൽഡിംഗ് സ്പോട്ട് കണ്ടെത്തുന്നതിനും ഡിവിഷൻ കൗൺസിലർമാരോട് ആവശ്യപ്പെടുകയും സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. പൊതു ഫീഡിംഗ് സ്പോട്ട് ലഭ്യമാക്കുന്ന മുറയ്ക്ക് അപകട സാധ്യത ഒഴിവാക്കിക്കൊണ്ട് താൽക്കാലികമായി ഫീഡിംഗ് നടത്തുന്നത് സാധ്യമാക്കുന്നതാണെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സമരക്കാരെ ബോധ്യപ്പെടുത്തി. മേയറോടൊപ്പം വെറ്ററിനറി സർവകലാശാല ഡീൻ, ABC നിർവഹണ ഉദ്യോഗസ്ഥ ഡോക്ടർ നീന, ABC നോഡൽ ഓഫീസർ ഡോക്ടർ വീണ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഞാൻ 3-ാം ദിവസമാണ് ഇവിടെ നിരാഹാര സമരമായിട്ട് ഞാനിരിക്കുന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ സർക്കുലർ കോളേജിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ച് ഇവിടെയുള്ള ഈ ക്യാമ്പസിനകത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ഡോഗ്സ്, ഈ ക്യാമ്പസിനകത്തുള്ള സ്റ്റുഡൻസ് നോക്കുന്ന ഡോഗ്സിന് ഭക്ഷണം നിഷേധിക്കുകയാണ് ക്യാമ്പസ് ചെയ്യുന്നത്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് സുപ്രീം കോടതിയുടെ ഓർഡറാണ്. അത് വ്യാജ സർക്കുലറാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഓർഡറിൽ ഇതുവരെ ഒരു സ്ഥലത്തും ഭക്ഷണം ഒരു സ്ഥലത്തും നിഷേധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്റ്റുഡൻസിനോട് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവരുടെ ക്യാമ്പസിനകത്ത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഈ ലോകത്ത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സഹതാപം തോന്നുന്നു, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നായയെ ജസ്റ്റ് ഒന്ന് തലോടിയാലോ ഓമനിച്ചു കഴിഞ്ഞാലോ 1000 രൂപ ഫൈൻ. അതുപോലെ തന്നെ ഭക്ഷണം കൊടുത്താൽ 2000 രൂപയാണ് ആ ഹോസ്റ്റലിനകത്ത് ഫൈൻ. മൃഗങ്ങളെ പറ്റി പഠിക്കുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം, എത്ര സഹജീവി സ്നേഹം എത്ര പ്രകടമാക്കണം എന്ന് പഠിപ്പിക്കേണ്ട യൂണിവേഴ്സിറ്റി കോളേജാണ് ഈ ബാക്കിൽ കാണുന്നത്. ആ കോളേജാണ്, മാതൃകയാവേണ്ട കോളേജാണ് മൃഗങ്ങൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. അതിനെതിരെയാണ് എന്റെ പ്രതിഷേധം. എത്ര നീണ്ടുപോയാലും ഇതിനൊരു തീരുമാനം എടുക്കുന്നവരെ ഞാനടക്കം എല്ലാവരും ഈ ക്യാമ്പസിന് മുന്നിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. യഥാർത്ഥ കോടതി ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ സമക്ഷം കോടതിയുടെ സീൽ ചെയ്ത ഉത്തരവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫീഡ് ചെയ്യരുത് എന്നല്ല, കമ്മ്യൂണിറ്റി ഡോഗ്സിന് അവർക്ക് ഫീഡിംഗ് പോയിന്റ് കണ്ടെത്തി അവിടെ, അതായത് ഇപ്പം കോളേജ് ക്യാമ്പസിലാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഫീഡിംഗ് പോയിന്റുകൾ കണ്ടെത്തി അവിടെ ഫീഡ് ചെയ്യണമെന്നാണ്. പല സ്ഥലങ്ങളും ചിലപ്പം വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴികളുണ്ടാവാം. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളും അതൊക്കെ ഒഴിവാക്കി ഒരു ഫീഡിംഗ് പോയിന്റ്, ആ ഫീഡിംഗ് പോയിന്റ് അലോട്ട് ചെയ്ത് തരേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനൊക്കെയാണ്. അവർ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഭരണഘടനാപരമായി നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ, നമ്മുടെ മൗലിക അവകാശങ്ങളാണ് സഹജീവികളെ സംരക്ഷിക്കുന്നത്. ആ അവകാശമാണ് നമ്മളിവിടെ നടത്തിപ്പോരുന്നത്.
അതിനെയാണ് ഇവർ തടസ്സപ്പെടുത്തുന്നത്. കാരണം ഒരു സന്ദേശം കൂടിയാണ്. കാരണം ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ മരണപ്പെടുത്തുക. കാരണം ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഈ ഡോഗ് മരണപ്പെട്ടു പോകും. അതായത് ഒരു ക്രൂരകൃത്യങ്ങളോടെയാണ് ഇതിലൂടെ ഇവർ പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ ക്യാമ്പസിലുള്ള ഡോഗ്സിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. അവർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അവർ ചെയ്യട്ടെ, അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ല. അല്ലെങ്കിൽ അവർ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. അവർ ഭക്ഷണം കൊടുക്കാത്തടത്തോളം കാലം ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക് പ്ലേസ് ആണ്. അവിടെ എല്ലാവർക്കും, ഇവിടെയുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശങ്ങളെ അവർക്കും ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഈ കോളേജോ ഇതൊന്നും എത്തിക്കേണ്ടി കൊടുത്തിട്ടില്ല. ഇത് നമ്മളുടെ കൂടെ നികുതി അടക്കുന്ന നമുക്കൂടെ അവകാശപ്പെട്ട നമ്മളുടെ നികുതി പണം കൊണ്ടാണ് ഇവരും ശമ്പളം വാങ്ങി ഇവിടെ കഴിയുന്നത്. അവരാണ് ഇത്തരം ഇല്ലീഗലായിട്ടുള്ള വാർത്തകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അപ്പം ഇത് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇതിന് പരിഹാരം കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇതിന്റെ അവസാനം കണ്ടിട്ടേ ഞങ്ങൾ പോകും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. മാന്നാമംഗലം കോളാങ്കുണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പ്രവീൺ കുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശക്കാരും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഈ മാസം 25-നാണ് പൂരമഹോത്സവം ആഘോഷിക്കുന്നത്. അന്നേ ദിവസം രാവിലെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യം, പ്രത്യേക പൂജകൾ, ഗണപതി ഹോമം, ഉഷപൂജ തുടങ്ങിയ പ്രത്യേക പൂജാ ചടങ്ങുകൾ നടത്തും. തുടർന്ന് രാവിലെ 9 മുതൽ 11:30 വരെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പും, 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കാവടി വരവ്, വൈകിട്ട് 3:30 മുതൽ 7 വരെ പൂരം എഴുന്നള്ളിപ്പ്, വെള്ളക്കാരിത്തടം ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്ന് അമ്മമാരുടെയും കുട്ടികളുടെയും അകമ്പടിയോടെ താലം എഴുന്നള്ളിപ്പ്, തായമ്പക, രാത്രി 10 മുതൽ വിവിധ ദേശക്കാവടികൾക്ക് വരവേൽപ്പ് എന്നിവയുമുണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് വേലായുധൻ KK, സെക്രട്ടറി വിപിൻ കാര്യാട്ട്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക വാഹന പരിശോധന. 32 കേസുകളിൽ നിന്നായി 1,42,000 രൂപ പിഴ ഈടാക്കി. തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകേണ്ട യാത്രക്കാരെ കിഴക്കേക്കോട്ടയിൽ നിർബന്ധപൂർവ്വം ഇറക്കിവിട്ട് സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കാതെ ഇക്കണ്ടവാരി റോഡ് വഴി ശക്തൻ സ്റ്റാൻഡിലേക്ക് സർവീസ് നടത്തിയ 2 സ്വകാര്യ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അമൽ CS തുടങ്ങിയവർ ചേർന്ന് പിടികൂടി കേസെടുത്തു. റൂട്ട് മാറി ഓടിയതിനും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്തതിനും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തതിനും ഓരോ ബസ്സിനും 15,500 രൂപ വീതം പിഴയും ചുമത്തി. കൂടാതെ മഞ്ഞ ഫോഗ് ലൈറ്റുകൾ പകൽ സമയത്തും കത്തിച്ചുവന്ന 4 കാറുകൾ, നീളം കൂടിയ ഇരുമ്പ് റെയിലുകൾ, അപകടകരമായ രീതിയിൽ കയറ്റിക്കൊണ്ടുവന്ന പിക്കപ്പ് വാൻ ഉൾപ്പെടെ 32 വിവിധ കേസുകളിൽ നിന്നായി 1,42,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്ടാളം മാർക്കറ്റും ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരവും ശോചനീയാവസ്ഥ. നേരിട്ട് കണ്ട് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. മർച്ചന്റ് അസോസിയേഷനും പട്ടാളം മാർക്കറ്റ് അസോസിയേഷന്റെ പരാതി പ്രകാരം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അടിയന്തര പ്രാധാന്യത്തോടെ പട്ടാളം മാർക്കറ്റും ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരവും സന്ദർശിച്ചു. 120 ഷോപ്പുകളും 300ഓളം ജീവനക്കാരും പുറത്തുനിന്ന് അനേകം പേർ ദിവസം വന്നു പോകുന്നതുമായ പട്ടാളം മാർക്കറ്റിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നും മാലിന്യ വിഷയങ്ങളും മാലിന്യം കെട്ടിക്കിടക്കുന്ന കാനകളും ശൌചാലയത്തിന്റെ ശോചനീയാവസ്ഥയും ശൌചാലയത്തിൽ വൈദ്യുതി ഉപയോഗിക്കുവാൻ പറ്റാത്ത അടക്കമുള്ള വിഷയങ്ങളും ശക്തൻ സ്റ്റാൻഡിലെ പൊതു കിണറിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം മാലിന്യം നിറഞ്ഞതാണെന്നും അടക്കമുള്ള വിഷയങ്ങൾ നാളിതുവരെ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല എന്നും തൃശൂർ റൗണ്ടിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം പട്ടാളം മാർക്കറ്റിലെ കാന വഴി ശക്തൻ സ്റ്റാൻഡിൽ കൂടിയാണ് പോകുന്നതെന്നും സന്ദർശന വേളയിൽ മേയറോട് പട്ടാളം മാർക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ നഗരത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രമായ തൃശൂർ കോർപ്പറേഷൻ പട്ടാളം മാർക്കറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിയന്തര നടപടികൾ ഉണ്ടാവുമെന്നും വ്യാപാരികൾക്ക് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉറപ്പു നൽകി. സാമൂഹ്യ പ്രവർത്തക ബീന PK, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ, രാജൻ MV, NI ബേബി, പട്ടാളം മാർക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളായ ES ജോയ്, KP ജിനു തുടങ്ങിയവർ മേയറോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ TK രാധാകൃഷ്ണന്റെ പേരുള്ള സ്മൃതി പുരസ്കാരം ട്രിഫ്നി ബ്രാറിന് നൽകുമെന്ന് TK രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11,111 രൂപയും ശില്പവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. TK രാധാകൃഷ്ണന്റെ 13ാം ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 25-ന് വൈകിട്ട് 3 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന വാർഷിക ദിനാചരണ ചടങ്ങ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ പുരസ്കാരം നൽകും. MLA P. ബാലചന്ദ്രൻ, മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, K. രഘുനാഥൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ TV ചന്ദ്രമോഹൻ, വൈസ് ചെയർമാൻ കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, ജനറൽ സെക്രട്ടറി OP ബാലമേനോൻ, ശ്രീധരൻ തേരമ്പിൽ, കമ്മിറ്റി മെമ്പർ A. ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാടക്കത്ര പുല്ലുകുളം ടൂറിസം വികസനത്തിന് 3.64 കോടിയുടെ ഭരണാനുമതി. മന്ത്രി K. രാജൻ. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പുല്ലുകുളം ടൂറിസം വികസന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി ഒല്ലൂർ MLAയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ K. രാജൻ അറിയിച്ചു. 3,63,38,000 രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതിയായിരിക്കുന്നത്. 2024-25 ബജറ്റ് എസ്റ്റിമേറ്റുകളുടെ അനുബന്ധ പ്രകാരം പദ്ധതി അടങ്കലിന്റെ 20% തുകയായ 60 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ടൂറിസം വകുപ്പിന്റെ എംപാനഡ് ആർക്കിടെക്ട് സ്ഥാപനമായ
സിയത്ത് മുഖേന തയ്യാറാക്കിയ വിശദമായ പദ്ധതി രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ 3.63 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പടവ്, ബോട്ട് ചിട്ടി, പൗണ്ട്, ടോയ്ലറ്റ്, ബ്ലോക്ക്, കഫേ, റെയിൻ ഷെൽട്ടർ, ടിക്കറ്റ് കൗണ്ടർ, കവാടം, ചുറ്റുമതിൽ, റീറ്റെയിനിംഗ് വാൾ, കളിസ്ഥലം, പാർക്ക്, ജലവിധാന ശില്പം, ലാൻഡ്സ്കേപ്പ്, കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങൾ തുടങ്ങിയവ പുല്ലുകുളത്ത് ഒരുക്കും. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ കസ്തൂരിമാൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ പുല്ലുകുളം പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സുകളിലൊന്നാണിത്. ഒല്ലൂർ ടൂറിസം കോറിഡോറിന്റെ ഭാഗമായി വരുന്നതോടെ പുല്ലുകുളവും വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായി മാറും. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ കച്ചിത്തോട് ചിറ 5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച് സൈറ്റാക്കി മാറ്റിയിരുന്നു. കച്ചിത്തോട് ഡാമിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ പഞ്ചായത്തിലെ 2 പ്രദേശങ്ങളുടെ അടിസ്ഥാന സാമ്പത്തിക മേഖല കൂടി മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഫെബ്രുവരി 21-ന് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ പണിമുടക്കുമെന്ന് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിലാണ് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവാത്തതെന്നാണ് അസോസിയേഷൻ ഉന്നയിക്കുന്ന ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 21-ന് സ്വകാര്യ പണിമുടക്ക് നടത്തുമെന്ന് UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജാസ്മിൻ ഷാ, സുദീപ് MV, ഷോബി ജോസഫ്, അജയ് വിശ്വംഭരൻ, ദിവ്യ ES തുടങ്ങിയവർ പങ്കെടുത്തു. 13 അന്ന് നമുക്ക് സർക്കാർ ഉറപ്പ് 2016 20,000 രൂപ ശമ്പളമാക്കി. അത് പ്രകാരം 2016 നമ്മൾ വലിയ സമരം നടത്തി. പക്ഷെ അപ്പോൾ ഇതിന് ഭരണമാറ്റം ഉണ്ടായി. പിന്നെ തുടർച്ചയായി 2 വർഷം സമരം നടത്തി. അന്ന് UDF ഭരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നില്ല 20,000 രൂപ ശമ്പളം നടപ്പിലാക്കുമെന്ന്. തുടർച്ചയായി സമരത്തിന്റെ ഭാഗമായി 2018 ഏപ്രിൽ 23-ന് 20,000 രൂപ അടിസ്ഥാന ശമ്പളം. പക്ഷെ അന്ന് ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞത് സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ വേതനം സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്കും കിട്ടണം. അന്ന് ശമ്പളം വന്നപ്പോൾ തന്നെ അന്ന് നമ്മുടെ തൊഴിൽ വകുപ്പ് പറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അലവൻസുകളെല്ലാം പ്രസ്താവിച്ചു തരും പുതിയ ഉത്തരവെടുപ്പ്. അതായത് ഒരു മിനിമം വേസിന്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് 3 വർഷവും പരമാവധി കാലാവധി 5 വർഷമുണ്ട്. 2018 ഏപ്രിൽ 23-ന് ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായിട്ട് പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടത്താറുണ്ട്. 2018 ശേഷം നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേരളത്തെയും നാടിനെയും ഒക്കെ താങ്ങി നിർത്തിയ നഴ്സുമാരടക്കമുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും യാതൊരുവിധ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാലാകപ്പട്ടം മാത്രമാണ് ചാർത്തുക. പള്ളി വികാരിക്കും ബിഷപ്പിനുമെതിരെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പ്രതി അറസ്റ്റിൽ. പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയുടെ പുതിയ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളി വികാരിയായ പുത്തൻചിറ കവലക്കാട്ട് വീട്ടിൽ ജോൺ കവലക്കാട്ട് എന്നയാൾക്കെതിരെയും ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പിനെതിരെയും സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൻചിറ ഈസ്റ്റ് സ്വദേശി പഴങ്ങാട്ടിൽ വീട്ടിൽ നെൻസൻ പോൾസൺ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരിഞ്ഞാലക്കുട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI-മാരായ ആൽബി തോമസ്, വർക്കി, ഗ്ലാഡിൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ,
കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. ഏതാനും മാസം മുമ്പ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച മണ്ണുത്തി ചെർക്കയക്കോട് റോഡ് KSEB വക അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുവാൻ പരക്കെ കുത്തിപ്പൊളിക്കുന്നു. കൂട്ടത്തിൽ റിലയൻസ് വക കേബിൾ കൂടി KSEB കേബിളിനോടൊപ്പം ഇടുന്നത് കാണാം. ഇത് KSEB-കാരനും റിലയൻസ്കാരനും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്നോ വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയുമെന്ന തത്വശാസ്ത്രപ്രകാരം അനുസരിച്ചോ KSEB-യുടെ കേബിളിനൊപ്പം റിലയൻസ് കേബിളും സ്ഥാപിക്കുന്ന കാഴ്ചയും കാണാം. റോഡിൽ 100 മീറ്റർ ഇടവിട്ട് കുഴികൾ എടുത്ത് കേബിളിട്ട് കഴിഞ്ഞിട്ടും കുഴി മൂടി നിരപ്പാക്കുന്നില്ല. ഇരുചക്ര വാഹന യാത്രക്കാർ പലരും ഈ മൺകൂനയിൽ തട്ടി വീഴാറുണ്ട്. KSEB-യുടെയോ PWയുടെയോ അധികാരികൾ ആരും ഇതിനെ മേൽനോട്ടം വഹിക്കുവാൻ സംഭവസ്ഥലത്ത് വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പണിക്കാരോട് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ഹിന്ദി പഠിക്കണം. അതിന് കഴിയാത്തതിനാൽ ആംഗ്യഭാഷയാണ് ശരണം. ആശയ ഭാഷ ഉത്തരേന്ത്യക്കാരനെ പിടിയും കിട്ടുന്നില്ല. ഇവിടെ എങ്ങനെയൊക്കെയാണ് ആരോടും പറയാനില്ല. ജനം സഹിക്കുക തന്നെ. റോഡ് നിർമ്മാണത്തിലെ അപാകത, അപകട പരമ്പര തുടരുന്നു. പീച്ചിവാഴാനി കോർ റോഡിന്റെയും പുന്നമ്പറമ്പ് പുല്ലാനിക്കാട് റോഡിന്റെയും നിർമ്മാണത്തിലെ അപാകത മൂലം പുന്നമ്പറമ്പ് ജംഗ്ഷനിൽ അപകടം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുന്നമ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് ഓഫീസിന് മുകളിലേക്ക് ടിപ്പറിൽ കൊണ്ടുപോകുകയായിരുന്ന ചെറിയ JCB മറിഞ്ഞു വീണ് ബാങ്കിന്റെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്ന് വലിയ അപകടമാണുണ്ടായത്. ഭാഗ്യത്തിനാണ് ആളപായം ഇല്ലാതായത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് തുടർ അപകടങ്ങൾക്ക് കാരണമെന്നും ഇത് ഉടൻ ബന്ധപ്പെട്ടവർ ഇടപെട്ട് പരിഹരിക്കണമെന്നും സ്ഥലത്തുണ്ടായിരുന്ന ബാങ്ക് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, ഡയറക്ടർമാരായ കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. പുന്നമ്പറമ്പ് മംഗലം റോഡും പുല്ലാനിക്കാട് റോഡും വാഴാനി പീച്ചി റോഡിൻ്റെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ പുന്നമ്പറമ്പ് ഈ SBI ബാങ്കും അതുപോലെ തന്നെ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള ഈ പ്രധാന ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അപകടങ്ങൾക്ക് പ്രധാന കാരണം ഈ റോഡ് പണിയിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ്. നിരന്തരമായ ഓട്ടോകളായാലും 2 വീലറായാലും കാറായാലും ഈ പ്രദേശത്തെത്തുമ്പോൾ തെന്നിമറയുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ 4 മണി സമയത്ത് സ്കൂൾ വിട്ട ഈ സമയത്താണ് ഈ ടിപ്പർ ലോറിയിൽ നിന്ന് ഈ ചെറിയ JCB മറിഞ്ഞ് ബാങ്കിൻ്റെ കെട്ടിടത്തിലേക്ക് വീഴാനുണ്ടായ സാഹചര്യം. ഉടനടി അധികൃതർ ഇതിന് വേണ്ട നടപടി കൈകൊണ്ടുകൊണ്ട് വരും നാളുകളിലെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അല്ലാത്ത പക്ഷം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി പൊതുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാറിലെ സംഘർഷം, 4 പ്രതികൾ അറസ്റ്റിൽ. പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാർ കോമ്പൗണ്ടിൽ വ്യാഴാഴ്ച രാത്രിയിൽ ഉണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടകര ഉളുമ്പത്ത് കുന്നു സ്വദേശി നാറോലി വീട്ടിൽ വിഷ്ണു, മറ്റത്തൂർ വാസുപുരം സ്വദേശി ചാക്കയിൽ വീട്ടിൽ ആയുഷ്, കുറ്റിക്കാട് സ്വദേശി കോഴിപ്പാടൻ വീട്ടിൽ അജിത്, ചാലക്കുടി സ്വദേശി കാട്ടുതുരുത്തി വീട്ടിൽ ജോസഫ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. ബാർ കോമ്പൗണ്ടിൽ ഓട്ടം പോകാനായി നിർത്തിയിട്ടിരുന്ന മോഹനൻ എന്നയാളുടെ ഓട്ടോറിക്ഷയിൽ പുതുക്കാട് സ്വദേശി പള്ളിപ്പുറത്ത് വീട്ടിൽ അയ്യപ്പൻ ഇരിക്കുന്ന സമയം പ്രതികൾ ഓട്ടോറിക്ഷ ഓട്ടം പോകാനായി വിളിച്ചപ്പോൾ പോകാത്തതിലുള്ള വൈരാഗ്യത്താലാണ് മോഹനനെയും അയ്യപ്പനെയും പ്രതികൾ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി ഇവരെ അസഭ്യം പറയുകയും കൈകൾ കൊണ്ടും
ഒരാൾ ബീർ കുപ്പി കൊണ്ടും അയ്യപ്പനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ അയ്യപ്പന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോവുകയും ചുണ്ടിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മൂന്നാം ദിന ഒല്ലൂർ മണ്ഡലം വികസന സന്ദേശയാത്രയ്ക്ക് വിലങ്ങന്നൂരിൽ നിന്നും തുടക്കം. ഒല്ലൂർ എംഎൽഎയും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ ഒല്ലൂർ മണ്ഡലത്തിൽ നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് വിലങ്ങന്നൂരിൽ നിന്നും തുടക്കം കുറിച്ചു. മൂന്നാം ദിവസത്തെ യാത്രയാണ് വിലങ്ങന്നൂർ സെന്ററിൽ നിന്നും ആരംഭിച്ചത്. മന്ത്രി കെ രാജനെയും ജാഥ മാനേജർ MS പ്രദീപ് കുമാറിനെയും വിലങ്ങന്നൂർ സെന്ററിൽ നിന്നും സ്വീകരണം നൽകിയും ജയ് വിളിച്ചും സമ്മേളന നഗരിയിൽ എത്തിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. റോഡുകളെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളവയാക്കി. പണ്ടുണ്ടായിരുന്ന ഓലയോ ഓടോ മേഞ്ഞ സ്കൂളുകൾക്ക് പകരം ബഹുനില കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു. UDF ഭരണകാലത്ത് അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ച സ്കൂളുകളെല്ലാം ഈ സർക്കാർ മികവിന്റെ കേന്ദ്രങ്ങളാക്കി. കൂടുതൽ കുട്ടികളെ സർക്കാർ സ്കൂളിലേക്ക് വന്നു എന്നു മാത്രമല്ല, നൈപുണ്യ വികസനത്തിലടക്കം കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായി മാറിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശിവാനന്ദൻ പറഞ്ഞു. ശേഷം സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കെ രാജൻ സംസാരിച്ചു. കഴിഞ്ഞ 10 കൊല്ലമായി LDF സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തുടർഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് വികസന സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും കെ രാജൻ പറഞ്ഞു. LDF നേതാവ് ബിജു മോൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ PD റെജി, വർഗീസ് കണ്ടംകുളത്തി, ബേബി നെല്ലിക്കുഴി, ജിനേഷ് PC, VC സുജിത്, M ബാലകൃഷ്ണൻ, ജോസ് മുതുക്കാട്ടിൽ, അജിത വിജയൻ, സനിൽ വാണിയമ്പാറ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. 2016 ശേഷമുള്ള 10 വർഷക്കാലം നമ്മുടെ നാട്ടിൽ നേടിയ സമാനതകളില്ലാത്ത വികസനത്തിന്റെ പരിപ്രേക്ഷ്യത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ കഴിഞ്ഞ 2 ദിവസമായി ജനങ്ങൾക്കിടയിൽ പര്യടനം നടത്തുന്നത്. ബേബിയേട്ടനോട് ഇന്നലെ പറയുകയായിരുന്നു, കഴിഞ്ഞ തവണ നമ്മൾ നയിച്ച ജാഥയേക്കാൾ വലിയ ജനപങ്കാളിത്തമാണ് ഇത്തവണ നമുക്ക് ജാഥയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ വികസനത്തിന്റെ വെളിച്ചം തുറന്നിടുന്ന വിധത്തിൽ അത് മുന്നോട്ട് പോയി എന്ന് നമ്മൾ കാണുന്നു. വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പഴയതുപോലെ തെക്കോട്ട് നോക്കൂ, വടക്കോട്ട് നോക്കൂ, കിഴക്കോട്ട് നോക്കൂ, പടിഞ്ഞാട്ട് നോക്കൂ എന്ന് പ്രസംഗിക്കേണ്ടതായ പ്രസംഗ ശൈലി അവതരിപ്പിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. കാസർകോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ വിലചൂണ്ടി നീണ്ട കാതങ്ങളപ്പുറത്തേക്ക് പോയി വികസനം കാണാം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇത് മണ്ണുത്തിയിൽ നിന്നും മുക്കാട്ടുകര വഴി തൃശൂരിലേക്കും തിരിച്ചും സഞ്ചരിക്കുവാൻ കഴിയുന്ന BMBC നിലവാരത്തിൽ പണിതീർന്ന റോഡാണ്. 3 മാസം മുൻപ് പീച്ചിയിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുവരുന്ന പൈപ്പുകൾ സ്ഥാപിക്കുവാൻ ഈ റോഡിൽ ബെത്ലഹേം കോൺവെന്റ് മുതൽ നായരങ്ങാടി വരെ റോഡ് 3/4 ഭാഗവും പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു. മാസം കണ്ടുകഴിഞ്ഞിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ അധികൃതർ കൂട്ടാക്കുന്നില്ല. പരിസരവാസികൾ പൊടിശല്യം മൂലം കഷ്ടപ്പെടുകയാണ്. പലരും, പ്രത്യേകിച്ച് പ്രായമായവരും കുട്ടികളും ശ്വാസകോശ രോഗം പിടിപെട്ട അവസ്ഥയിൽ ചികിത്സയിലാണ്. വാഹനങ്ങൾ കുണ്ടിലും കുഴിയിലും ചാടി ആടി ഉലഞ്ഞാണ് യാത്ര. ഇരുചക്രവാഹന യാത്രക്കാർ പലവട്ടം വീണ് കാലും കൈകളും ഒടിഞ്ഞ് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായിട്ടും നാട്ടുകാർ, കൗൺസിൽ, മേയർ, MLA എന്നിവർക്ക് പലവട്ടം പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പരിസരവാസിയായ ജോബി എന്ന യുവാവ് പറയുന്നു. ഇടിവെട്ടുകൊണ്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ KSEB വക അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുവാൻ വേറെ കുഴിക്കുന്നു. എല്ലാം കൊണ്ടും പൊടിപൂരം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. ഞാൻ സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയാണ്, പുലർച്ചയ്ക്കേറ്റ് പോണ വഴിയാണ്. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കോർപ്പറേഷൻ്റെ അമൃതം പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡാണ്. അന്ന് തന്നെ കോർപ്പറേഷൻ ഇതിട്ട് അറിയാൻ വേണ്ടിയിട്ട് 13 ലക്ഷം രൂപ PWD ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ടെൻഡർ എടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. എത്ര ആൾക്കാർ വീണുണ്ടെന്ന് അറിയാം. ബാക്കി യാത്രക്കാർ, സ്കൂളിൽ പോണ കുട്ടികൾ, ആ പൊടിയൊക്കെ ശ്വസിച്ചിട്ട് അവർക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുക. സ്കൂൾ പിള്ളേർക്ക് ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ പൊടിശല്യ. ഈ ഫ്രൂട്ട്സുകാരൻ്റെ കാര്യം തന്നെ ഒരു ആഴ്ചയിൽ 2 ദിവസം തുറക്കണല്ലോ, ബാക്കി 5 ദിവസം അടച്ചിട്ട് വീട്ടിലിരിക്കുക ശ്വാസം മുട്ടിയിട്ട്. പിന്നെന്ന് പറയുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ നമ്മുടെ MLA മണ്ണുത്തില താമസിക്കുന്നത് ആള് സ്ഥിരമായിട്ട് 3-4 പ്രാവശ്യത്തിലപ്പോൾ ഉണ്ട്. ആള് വിചാരിച്ചാൽ നടക്കാവുന്ന കേസുള്ള നിമിഷങ്ങൾക്കുണ്ട്. ആള് ഈ പത്രത്തിൽ പരസ്യം ഇതൊക്കെ വരുന്നുണ്ട്, വികസന പ്രവർത്തനം, ഇപ്പൊ വികസന ജാഥ നയിക്കുന്ന ആള്.
അപ്പൊ ഇതൊന്നും കാണാതെ കൊണ്ടാണ് ആൾ വികസന ജാഥ നയിക്കുന്നത്. ഇതിപ്പോ എന്താ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാവണല്ലോ. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാൽ അവിടെ ഇടും. 2 ആഴ്ച കഴിഞ്ഞാൽ അത് അവിടെ ഇട്ട് ഇനി ഇലക്ഷൻ കഴിയിട്ടെന്ന് പറയും. അപ്പോഴും ഏപ്രിൽ പിന്നെ മെയ് മാസം തൊട്ട് മഴയാവും. മഴ പെയ്യുമ്പോൾ ഈ റോഡ് അങ്ങനെ എടുക്കും. ഇതിപ്പോ ശരിയാവേണ്ട ലക്ഷണമൊന്നും ഇപ്പൊ കാണാനില്ല. ജീവവായുവിനായി കാത്തുനിൽക്കാതെ അഞ്ചേരി സ്വദേശി സ്വാതി മടങ്ങി. ജീവവായുവിനായുള്ള പോരാട്ടം അവസാനിപ്പിച്ച് സ്വാതി മടങ്ങി. 6 വർഷമായി കൃത്രിമ ശ്വസനോപകരണത്തിന്റെ സഹായത്താലാണ് ഈ 22കാരി ജീവിച്ചിരുന്നത്. ശ്വാസകോശങ്ങളിൽ കുമിളകളുണ്ടാകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗത്തിന്റെ പിടിയിലായിരുന്നു അഞ്ചേരി ആൻസി റോഡ് സ്വദേശി മുല്ലക്കൽ ഗോപിയുടെയും സന്ധ്യയുടെയും 3 മക്കളിൽ ഇളയവളായ സ്വാതി. ശ്വാസകോശം മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു. ഇതിനായി പണം സ്വരൂപിക്കുവാനുള്ള പ്രയത്നത്തിലായിരുന്നു കുടുംബവും നാട്ടുകാരും. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ യശോദ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്നേഹ ശ്രീരാജ്, സൗമ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സഹോദരങ്ങളാണ്. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് വടൂക്കരയിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. നിർമ്മാണം പൂർത്തിയായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ റീസർവേക്ക് 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയെന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. മാടക്കത്തറ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങളുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും കേരള സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ കേരള കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്ന ദക്ഷിണ മേഖല കാർഷിക മേള 2026 വെള്ളാനിക്കരയിൽ ഫെബ്രുവരി 18 മുതൽ 22 വരെ നടക്കുന്നു. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി വെറ്ററിനറി കോളേജ് ക്യാമ്പസിന് മുൻപിൽ നിരാഹാര സമരം ചെയ്യുന്നവരെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.